Good morning students. ഇന്നത്തെ ക്ലാസ്സിൽ ബോർ ആറ്റം മോഡൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. സിലബസ് അനുസരിച്ച് ബോർ ആറ്റം മോഡലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ ബേസ് ഒന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ബോർ ആറ്റം മോഡലിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. 1803 ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈനി ഇൻഡസ്ട്രക്റ്റബിൾ പാർട്ടിക്കിളാണ് with no internal structure. അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. it has no internal structure. ഓക്കെ, അതിനുശേഷമാണ് 1897 ജെ തോംസൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നതും അതിനുശേഷം 1910 ഇലക്ട്രോണിൻ്റെ ചാർജ് അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ മാസ് എല്ലാം വ്യക്തമായി കണ്ടുപിടിക്കാൻ സാധിച്ചു. അറ്റോമിക് ഫിസിക്സിൽ ആറ്റത്തിൻ്റെ ഫസ്റ്റ് മോഡൽ സജസ്റ്റ് ചെയ്തത് ജെ തോംസൺ ആണ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്ലം പുഡിംഗ് മോഡൽ. ഓക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ലാർജ് ആൻഡ് പോസിറ്റീവ് സ്ഫിയർ. ഒരു പോസിറ്റീവ് സ്ഫിയർ ആണ്. ഓൾമോസ്റ്റ് ഒരു 10⁻⁻10 മീറ്റർ ഡയാമീറ്ററുള്ള ഒരു പോസിറ്റീവ് സ്ഫിയർ ആണ്. സൈസ് ഒന്ന് നോക്കുക. ഡയമീറ്റർ വൈസാണ് പറഞ്ഞിട്ടുള്ളത്. പോസിറ്റീവ് സ്ഫിയർ ആണ്. അതിനകത്ത് ഇറ്റ് ഈസ് എംബഡഡ് വിത്ത് സഫിഷ്യൻറ്റ് ഇലക്ട്രോൺസ്. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഇറ്റ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓക്കെ, അതായത് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ അതായത് ഒരു പുഡിങ്ങിൽ പ്ലംസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ ആയിരിക്കും ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കമ്പാരിസൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്ലം പുഡിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. So there is a force exerted on the positively charged sphere on each electron. ഓരോ ഇലക്ട്രോണിലും ഒരു പോസിറ്റീവ് ചാർജ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു സ്ഫിയറിൻ്റെ സെൻറ്ററിലേക്കാണ് വരുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രോണിന് എന്ത് സംഭവിക്കാം? ഒരു മ്യൂച്വൽ റിപ്പൾഷൻ നടക്കാം. So there is the possibility of light emission from the atom. ഒരു ഇലക്ട്രോൺ അവിടെ ഒരു വൈബ്രേറ്ററി മോഷനൊക്കെ സംഭവിക്കുമ്പോൾ, അതായത് അവിടെ ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൾഷനൊക്കെ നടക്കുന്നു. ഒരു വൈബ്രേറ്ററി മോഷൻ സംഭവിക്കുമ്പോൾ ആ ഒരു ആറ്റത്തിൽ നിന്നും ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ ഇലക്ട്രോൺ റെസ്റ്റിലായിരിക്കുന്ന കണ്ടീഷനിലാവുമ്പോൾ ഒരു ലൈറ്റിൻ്റെ ഒരു എമിഷനും ഉണ്ടാകുന്നില്ല. പിന്നീട് ഒരു 1911 കൂടി ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ പുതിയൊരു കൺസെപ്റ്റ് വന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അതുവഴി അദ്ദേഹം പ്രൂവ് ചെയ്യുകയുണ്ടായി ജെ തോംസൺ പറഞ്ഞ പോലെയല്ല, എല്ലാ പോസിറ്റീവ് ചാർജസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ്, അല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊന്നും കിടക്കുന്നില്ല. ഏറ്റവും ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിൽ പോസിറ്റീവ് ചാർജ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നു. അതിന് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് കോൾഡ് ന്യൂക്ലിയസ്. അങ്ങനെ ജെ തോംസൺ മോഡൽ അബാൻഡൻ ചെയ്ത് സംഭവിച്ചു. സോ ഇറ്റ് വാസ് അബാൻഡൻഡ്. ഇനി ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് ഞാൻ ബ്രീഫ് ചെയ്ത് പറയാം. ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം റേഡിയം എലമെൻ്റ് എടുത്തു. ഒരു റേഡിയം എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിൽ പഠിച്ചിരുന്ന ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സാണ്. ഇറ്റ് എക്സിബിറ്റ്സ് ആൽഫ പാർട്ടിക്കിൾസ്. So this is the box. This is the radium source. This is the
radioactive source. ചെറിയൊരു ഹോളുണ്ട് ഇവിടെ. So a narrow beam of alpha particle was obtained from the piece of radium. And it was kept in a small lead box. A narrow beam that is escaped from this opening. And after that there is a gold foil. ഓൾമോസ്റ്റ് ഒരു 10⁻14 millimeter തിക്നെസ് മാത്രമുള്ള ഒരു ഗോൾഡ് ഫോയിലാണ്. അത് ഈ ആൽഫ പാർട്ടിക്കിൾസിൻ്റെ പാത്തിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. Scattered particles strike on the fluorescent screen. ഒരു ഫ്ലൂറസെൻസ് സ്ക്രീൻ പ്ലേസ് ചെയ്തു. അതിന് ഞാനന്ന് എഫ് എന്ന് പറഞ്ഞു. ആക്ച്വലി ഈ ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞത് സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീനാണ്. ഇതിനെ നമുക്ക് ഡിറ്റക്ടറായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാനിവിടെ ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അത് ലൈനായിട്ടല്ല, ഒരു സർക്കുലാർ ഷേപ്പിലാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഫോയിലാണ്, ഫ്ലൂറസെൻറ്റ് സ്ക്രീനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ആൽഫ പാർട്ടിക്കിൾസ് ഓൺ സ്ട്രൈക്കിംഗ് ദ ZNS screen produces bright flashes. ചെറിയ ബ്രൈറ്റ് സ്പോട്ട് നമുക്ക് കിട്ടും. അതായത് ഗോൾഡ് ഫോയിൽ കൂടി ആൽഫ പാർട്ടിക്കിൾസ് കടന്നു പോകുന്നു. ഈ ഡിറ്റക്ടറിൽ, ഇതാണ് ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എവിടെയാണോ ആൽഫ പാർട്ടിക്കിൾസ് ഹിറ്റ് ചെയ്യുന്നത് അവിടെ ഓരോ ബ്രൈറ്റ് സ്പോട്ട് കാണാൻ സാധിക്കും. ഇതിനെ നമുക്ക് ഡിറ്റക്ടർ എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് വഴി ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ബ്രൈറ്റ് സ്പോട്ടൊക്കെ വെച്ച് ഡിറ്റക്റ്റ് ചെയ്ത് ഈ ഒരു റിസൾട്ടിൻ്റെ, അതായത് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് വെച്ച് അനലൈസ് ചെയ്ത് കിട്ടിയപ്പോൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസ്, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഐദർ പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ ഓർ സഫർ ഓൺലി വെരി സ്മോൾ ഡിഫ്ലക്ഷൻസ്. കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി ഇവിടെയാണ് സ്പോട്ട്സ് കൂടുതൽ വന്നിട്ടുള്ളത്. ഇനി വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ദേ സഫർ ഡിഫ്ലക്ഷൻ ഗ്രേറ്റർ ദാൻ 90. ഓക്കെ, സോ സഫർ ഡിഫ്ലക്ഷൻ കുറേ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോയി. പിന്നെ അതേപോലെ തന്നെ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് 180 വന്ന വഴി തന്നെ തിരിച്ചു പോയി ഒരു 180 ഡിഗ്രി ഡിഫ്ലക്ഷൻ സംഭവിച്ചു. സോ കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് സെൻറ്ററിലാണെന്ന് പറയാം. അതായത് ഒരു ലാർജ് ആംഗിളിൽ ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടില്ല. എ കൊളീഷൻ ബിറ്റ്വീൻ ദ ആൽഫ പാർട്ടിക്കിൾസ് ആൻഡ് ഇലക്ട്രോൺ കനോട്ട് പ്രൊഡ്യൂസ് ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ്. So, Rutherford explained this large angle scattering by assuming that positive charged alpha particles are getting repelled by a massive positive charge concentrated in a very small region. അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ഓക്കെ, ആക്ച്വലി ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഡബ്ലി അയണൈസ്ഡ് ഹീലിയം. So it has positive charge equal to twice the charge of the proton, and what about the mass? That is equal to 4 times that of the proton. ഓക്കെ, അപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സെൻറ്ററിലാണ്. അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു.
ഇനി അതിനുശേഷമാണ് ബോർ ആറ്റം മോഡൽ വന്നത്. ഇനി നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി പിന്നീട് ബോർ ആറ്റം മോഡലുണ്ട്. അതിനുശേഷം പിന്നീട് വന്ന ഓരോ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞത് സോമർഫീൽഡ് മോഡലുണ്ട്. അതിനുശേഷം വെക്റ്റർ ആറ്റം മോഡലുണ്ട്. ഓക്കെ, നമുക്ക് ബോർ ആറ്റം മോഡലിൽ സ്റ്റാർട്ട് ചെയ്യാം. Bohr's model of the atom. ഓക്കെ, കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞു റൂദർഫോർഡ് മോഡൽ പറഞ്ഞു. റൂദർഫോർഡ് മോഡലിൻ്റെ അനുസരിച്ച് നമ്മൾക്കറിയാം ഒരു ന്യൂക്ലിയസ് ഉണ്ട്. എല്ലാ പോസിറ്റീവ് ചാർജസും സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. ഇനി അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ കാര്യം ഒരു ക്വസ്റ്റ്യനാണ്. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ദ ഇലക്ട്രോൺസ് ദാറ്റ് ആർ ആക്സിലറേറ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് എന്ന് പറയാം. ഒരു ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് എനർജി റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ റേഡിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എനർജി കുറഞ്ഞ് അവസാനം ഇത് ഫൈനലി കൊളാപ്സ്ഡ് ഇൻ ടു ദി സെൻറ്റർ. അതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്തു പോകുന്നു. സ്വാഭാവികമായും ഇത് ഇലക്ട്രോൺസ് കൊളാപ്സ് ചെയ്ത ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക് വന്ന് ട്രാപ്പ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം റൂദർഫോർഡ് മോഡലിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. വൈ? സോ these accelerated electrons collapse into the nucleus by radiating its energy. ആക്സിലേറ്റ് ചെയ്യപ്പെടുന്ന ഏത് ചാർജസും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഫൈനലി കൊളാപ്സ് ഇൻ ടു ദി ന്യൂക്ലിയസ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ആറ്റത്തിൻ്റെ സ്പെക്ട്രം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എനർജി റേഡിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആക്സിലേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് എനർജീനെ റേഡിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനർജി റേഡിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു സ്പെക്ട്രം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ് കിട്ടേണ്ടത്. കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ കളേഴ്സ് ഓഫ് ലൈറ്റ് ഫ്രം റെഡ് ടു വയലറ്റ് വിൽ ബി പ്രസൻറ്റ് വിത്തൗട്ട് എനി ഗ്യാപ്പ് ബിറ്റ്വീൻ കളേഴ്സ്. ഈ കളേഴ്സ് ഒരു ഗ്യാപ്പും ഇല്ലാതെ ഓവർലാപ്പ് ചെയ്ത് കിട്ടുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പെക്ട്രത്തിനെ നമുക്ക് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ഗ്യാസ് ഫ്ലെയിംസ്, അതേപോലെ തന്നെ ഒരു വൈറ്റ് ലൈറ്റിൻ്റെ എന്താ പറയുക, ഇൻകാൻഡസൻ ലൈറ്റ്, ബൾബ്, അതിൻ്റെയൊക്കെ ഒരു സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും അതൊരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. ഇനി ആ സ്ഥാനത്ത് പക്ഷേ മറ്റൊരു കാര്യം, എക്സ്പെരിമെൻറ്റിൽ പക്ഷേ ഡിറ്റക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ സ്പെക്ട്രം ഒരിക്കലും കണ്ടിന്യൂസ് അല്ല. ഇറ്റ് ഈസ് ലൈൻ സ്പെക്ട്രം. അങ്ങനെയാണ് എക്സ്പെരിമെൻറ്റിൽ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചത്. ഇനി ലൈൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആവുന്നതിന് പകരം ചെറിയ ലൈൻസ് അവിടെ ഡിറ്റക്റ്റ് ചെയ്യാം. ബ്രൈറ്റ് ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് സെപ്പറേറ്റഡ് ബൈ ഡാർക്ക് റീജിയൻസ് വഴി സെപ്പറേറ്റ് ചെയ്ത് ഒരു ബ്രൈറ്റ് ലൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ലൈൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റീനെ ഡീറ്റെയിൽ ചെയ്യാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ ആറ്റത്തിൻ്റെ സ്പെക്ട്രം എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് സ്പെക്ട്രമാണ് അദ്ദേഹം മെൻഷൻ ചെയ്തത്. പക്ഷേ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചത് എന്ന് പറഞ്ഞത് ലൈൻ സ്പെക്ട്രമാണ്. ഓക്കെ, അതിനുശേഷമാണ് ബോർ ആറ്റം മോഡൽ വന്നത്.
ബോറിന് 1922 നോബൽ പ്രൈസൊക്കെ കിട്ടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച്, അതായത് റൂദർഫോർഡിൻ്റെ നല്ല പോയിന്റ്സൊക്കെ അദ്ദേഹം കളക്ട് ചെയ്തു. പോസിറ്റീവ് ചാർജ് ഇൻ ദി ആറ്റം ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ആറ്റം. റൂദർഫോർഡ് അതേ കൺസെപ്റ്റ് തന്നെ, ഒരു ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സെൻറ്ററിലാണ്. ഇനി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തിരിക്കുന്നത് സർക്കുലാർ ഓർബിറ്റിലാണ്. അതിനെ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറഞ്ഞു. ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. അതിനെ they are stationary orbits. ഇനി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഇനി ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ്. ഈ ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ അതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അകത്തൊരു ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സും അതോടൊപ്പം തന്നെ ഈ പോസിറ്റീവും ഇലക്ട്രോണും തമ്മിലുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കൂടി ഇവിടെയുണ്ട്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഈ ഓർബിറ്റിനെ സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന് പറഞ്ഞു. ഈ സ്റ്റേഷനറി ഓർബിറ്റ്സിന് ഈ ഒരു ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റ്, അതിനെ പെർമിറ്റഡ് ഓർബിറ്റ്സ് എന്ന് പറയാം. ഈ പെർമിറ്റഡ് ഓർബിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിനൊരു ആംഗുലാർ മൊമെൻറ്റം പറഞ്ഞിട്ടുണ്ട്. ആംഗുലാർ മൊമെൻറ്റം ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് NH കട്ട് അല്ലെങ്കിൽ NH/2π. MVR എന്ന് പറഞ്ഞത് ആംഗുലാർ മൊമെൻറ്റം. Angular momentum, where h is the Planck's constant, m is the mass, and v is the velocity of the electron in the orbit of radius r. V is the velocity of the electron and r is the radius of the orbit. n എന്ന് പറയുന്നത് എന്താണ്? n is the principal quantum number. ഇതിനെ നമുക്ക് ബോർ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറയാം. ഓക്കെ. ഇനി when an electron revolves in the permitted orbit, ഇലക്ട്രോൺസ് ഈ ഒരു പെർമിറ്റഡ് ഓർബിറ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഓർബിറ്റ് അല്ലെങ്കിൽ പെർമിറ്റഡ് ഓർബിറ്റ്സ്, ഇലക്ട്രോൺസ് ഈ പെർമിറ്റഡ് ഓർബിറ്റിൽ കൂടി റിവോൾവ് ചെയ്യുമ്പോൾ അത് ഒരു റേഡിയേഷൻസും എമിറ്റ് ചെയ്യുന്നില്ല. റൂദർഫോർഡിൻ്റെ കൺസെപ്റ്റിൽ അങ്ങനെയല്ല പറഞ്ഞത്. ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യണം. ഓക്കെ, എമിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കുറയുന്നു. പക്ഷേ ഇവിടുത്തെ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ആംഗുലാർ മൊമെൻറ്റം, ഒരു ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ പറയുന്നുണ്ട്. ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് സ്റ്റേഷനറി ഓർബിറ്റ്, ഒരു പെർമിറ്റഡ് ഓർബിറ്റിൽ കൂടിയാണ്. പക്ഷേ ഈ ഒരു പെർമിറ്റഡ് ഓർബിറ്റിൽ കൂടി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നില്ല. These orbits are non-radiative orbits. These orbits are non-radiative orbits. ഇനി എപ്പോഴാണ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്? അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ട്. എപ്പോഴാണ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഒരു പെർമിറ്റഡ് ഓർബിറ്റിൽ നിന്നും തൊട്ടടുത്ത പെർമിറ്റഡ് ഓർബിറ്റിലേക്കോ, സപ്പോസ് ഇവിടെ ഒരു ഓർബിറ്റും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം, തൊട്ടടുത്തുള്ള പെർമിറ്റഡ് ഓർബിറ്റിലേക്കോ അല്ലെങ്കിൽ അതിന് തൊട്ട് പുറകിലുള്ള ഓർബിറ്റിലേക്കോ ജമ്പ് ചെയ്യുമ്പോൾ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് റേഡിയേറ്റ്സ് എനർജി ഓൺലി വെൻ ദേ ജമ്പ് ഫ്രം ദി ഹയർ എനർജി ഓർബിറ്റ് ടു ലോവർ എനർജി ഓർബിറ്റ്. അതായത് തൊട്ട് അകത്തുള്ള ഹയർ എനർജി സ്റ്റേജിൽ നിന്ന് ലോവർ എനർജി സ്റ്റേജിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അത് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നു. സപ്പോസ് ഇതിൻ്റെ എനർജി ലെവൽ എന്ന് പറഞ്ഞത് E1ഉം ഇതിൻ്റേത്
E2 ആണെന്നിരിക്കെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. E1 മൈനസ് E2 ദാറ്റ് ഈസ് H nu. ഇതിന് E2 എന്ന് പറഞ്ഞാൽ അകത്തുള്ള ആളെ നമുക്ക് E1 എന്ന് കൊടുക്കാം. ഇത് E1, ഇത് E2, ഇത് E3. സോ നമുക്കിതിനെ തിരിച്ചെഴുതാം. E2 മൈനസ് E1 ദാറ്റ് ഈസ് H nu. E2 എന്ന് പറഞ്ഞ എനർജി ലെവൽ ദാറ്റ് ഈസ് ഹയർ എനർജി ലെവൽ തൊട്ടടുത്തുള്ള ലോവർ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുമ്പോൾ H nu എന്ന് പറഞ്ഞു കഴിഞ്ഞുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എനർജി ഓഫ് ദി ലൈറ്റ്. ഓക്കെ, ഫോട്ടോൺ ഓഫ് എനർജി H nu. ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി ഒന്ന് കണ്ടുപിടിക്കാം. ന്യൂ ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ H. ഇതിനെ നമുക്ക് മറ്റൊരു കണ്ടീഷനായിട്ട് പറയാം. ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ബോർ ആറ്റം മോഡലിൽ 2 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ആദ്യം ബോർ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ, അതേപോലെ തന്നെ ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ. ബോർ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ഓരോ പെർമിറ്റഡ് ഓർബിറ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഓർബിറ്റിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞത് n ടൈംസ് h കട്ട് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇലക്ട്രോൺസ് ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്നും ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ എ ഫോട്ടോൺ ഓഫ് എനർജി ദാറ്റ് ഈസ് റേഡിയേറ്റഡ്. ഓക്കെ, ഇനി ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എനർജി എമിറ്റ് ചെയ്യുവാണെങ്കിൽ, അതേപോലെ തന്നെ ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യണം? എനർജീനെ അബ്സോർബ് ചെയ്യണം. നേരെ റിവേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സ്. സോ ഈ 2 കണ്ടീഷൻസാണ് ബോർ ആറ്റം മോഡലിൽ പ്രധാനപ്പെട്ടത്. സോ ഒന്നും കൂടി പറയാം. ഇലക്ട്രോൺസ് കനോട്ട് റിവോൾവ് ഇൻ ഓൾ പോസിബിൾ ഓർബിറ്റ്സ്. എല്ലാ പോസിബിൾ ഓർബിറ്റ്സിലും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നില്ല. ഓൺലി എ സ്പെസിഫൈഡ് ഓർബിറ്റ്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് these conditions. One is the quantization condition and another is the Bohr frequency condition. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർബിറ്റിൽ കൂടി മാത്രമേ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുള്ളൂ. എല്ലാ പോസിബിൾ ഓർബിറ്റ്സിൽ കൂടി റിവോൾവ് ചെയ്യില്ല. ഈ ഓർബിറ്റ്സിനെ സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്നോ അല്ലെങ്കിൽ സ്റ്റേബിൾ ഓർബിറ്റ്സ് എന്നോ അല്ലെങ്കിൽ പെർമിറ്റഡ് ഓർബിറ്റ്സ് എന്നോ നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞു, MVR is equal to NH cut. M എന്ന് പറഞ്ഞത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ, V എന്ന് പറഞ്ഞത് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ദാറ്റ് റിവോൾവ് ഇൻ ദി ഓർബിറ്റ് ഓഫ് റേഡിയസ് R. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെലോസിറ്റിയും അതേപോലെ തന്നെ റേഡിയസും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓർബിറ്റൽ റേഡിയസ്, അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എനർജിയും റേഡിയസും ഓർബിറ്റിനെ പറ്റിയുള്ളത് നമുക്കൊന്ന് നോക്കാം. റേഡിയസ് ആൻഡ് എനർജീസ് ഓഫ് പെർമിറ്റഡ് ഓർബിറ്റ്സ്. പെർമിറ്റഡ് ഓർബിറ്റ്സ് എന്നോ സ്റ്റേബിൾ ഓർബിറ്റ്സ് എന്നോ അല്ലെങ്കിൽ സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്നോ പറയും. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. റിവോൾവ് ചെയ്യുമ്പോൾ അതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് നൽകുന്നത്? ഈ ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെ നമുക്കൊന്ന് മാത്തമാറ്റിക്കലായിട്ട് കണ്ടു നോക്കാം. ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻസ് നമുക്കൊന്ന് എഴുതാം. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ എങ്ങനെ എഴുതാം? E is equal to 1/4πε0 ZE into E divided by R square. ഇതിനകത്ത് ZE എന്ന് പറഞ്ഞത് എന്താണ്? Z എന്ന് പറഞ്ഞത് അറ്റോമിക് നമ്പർ ഓഫ് ദ ന്യൂക്ലിയസ് and E is the charge of the
പ്രോട്ടോൺ. ഇത് ന്യൂക്ലിയസിൻ്റെ ചാർജും ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് സംഭവിക്കുന്നത്. ന്യൂക്ലിയസിൻ്റെ ചാർജ് is at E. This one is E. So let an electron of charge E and mass moving around the nucleus in an orbit of radius r. ഇതിനകത്ത് എപ്സിലോൺ സീറോ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്. അതിൻ്റെ വാല്യൂ ഞാനൊന്ന് എഴുതാം. എപ്സിലോൺ സീറോ 8.854 10⁻⁻12 കൂളം സ്ക്വയർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. യൂണിറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 1/4π എപ്സിലോൺ സീറോനെ നമുക്കൊന്ന് ഷോർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 9 × 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. സോ ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓഫ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ. So this electrostatic force of attraction provides the necessary centripetal force to the electron, to the revolving electron. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഇക്വേറ്റ് ചെയ്യാൻ മേലെ. ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ള വി സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. വി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1/4π എപ്സിലോൺ സീറോ r ഇത് ക്യാൻസൽ ചെയ്തു. Z E square divided by RM. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഇനി ബോറിൻ്റെ മറ്റൊരു കണ്ടീഷൻ എന്തായിരുന്നു? ആംഗുലാർ മൊമെൻറ്റം ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h കട്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് h/2π where n is an integer 1 2 3. ഓക്കെ, ഇനി ഇതിൽ നിന്നും നമുക്ക് വി കണ്ടുപിടിക്കാൻ മേലെ, വെലോസിറ്റി കണ്ടുപിടിക്കാൻ മേലെ. വി ഈസ് ഈക്വൽ ടു NH ഡിവൈഡഡ് ബൈ 2πRM. ഓക്കെ, ഇവിടെ വി സ്ക്വയർ ഉണ്ട്, ഇവിടെ വി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും വി സ്ക്വയർ കണ്ടുപിടിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π² r² m സ്ക്വയർ. ഇതിന് ഞാൻ 1 എന്ന് കൊടുക്കുന്നു, ഇതിനെ ഞാൻ 2 എന്ന് കൊടുക്കുന്നു. ഇതിന് വി സ്ക്വയർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിനകത്തും വി സ്ക്വയർ ഉണ്ട്. ഈ 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 in 1 അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, 1/4π എപ്സിലോൺ സീറോ Z E square divided by RM, that is equal to n square h square divided by 4π² r² m square. ഓക്കെ, ഇതൊന്ന് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം. എമ്മും ആറും കട്ട് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് r കണ്ടുപിടിക്കാം, റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. അല്ലെങ്കിൽ that is n square h square epsilon 0 divided by pi z e square m. Okay, this is the radius of the orbit. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്പെസിഫിക് ആക്കി പറയാം. ഇവിടെ n കൊടുത്തു കഴിഞ്ഞാൽ radius of the nth permissible orbit, that is equal to n square h square epsilon 0 divided by pi z e square m. ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റേഡിയസ് ഓഫ് ദ nth പെർമിസിബിൾ ഓർബിറ്റ്. ഇവിടെ nth ഞാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റ് കൊടുക്കാം, വേണമെങ്കിൽ സെക്കൻഡ് ഓർബിറ്റ് കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ. അതായത് r1 എന്ന് പറഞ്ഞത് 1 സ്ക്വയർ ആയിരിക്കും, r2 എന്ന് പറഞ്ഞത് 2 സ്ക്വയർ ആയിരിക്കും, r3 എന്ന് പറഞ്ഞത് 3 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 3 സ്ക്വയർ. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു സ്പെസിഫിക് ആക്കി ഞാനവിടെ ഒരു n കൊടുത്തത്.
Okay, so Rn is directly proportional to n square. N is the integer അല്ലെങ്കിൽ അത് കുറച്ച് നമുക്ക് പറയാം. It is the quantum number of the orbit അല്ലെങ്കിൽ state. So ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. The radius of the allowed orbit അല്ലെങ്കിൽ radius of the permitted orbit that is directly proportional to the square of the quantum number n. എങ്ങനെയായിരിക്കും അപ്പോൾ അതിൻ്റെ റേഡിയസിൻ്റെ റിലേഷൻ വരുന്നത്? ഇത് ന്യൂക്ലിയസ്, ഇത് ഫസ്റ്റ് ഓർബിറ്റ്, ഇത് സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ പോകും അല്ലേ? ഈ ഒരു ഇതാണ് റേഡിയസ് എന്ന് പറഞ്ഞത്. റേഡിയസ് എന്ന് പറഞ്ഞത് എങ്ങനെയായിരിക്കും? 1:2. സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിൽ 4 വരുന്നു, തേർഡ് ആണെങ്കിൽ 9 വരുന്നു, 4 ആണെങ്കിൽ 14, 4 ആണെങ്കിൽ 16, 5 ആണെങ്കിൽ 25. ഓക്കെ, സ്ക്വയർ ഓഫ് ദി n ആയിട്ട് ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകും. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ റേഡിയസ് നമ്മൾ പഠിച്ചു. ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാം, പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും. ഇനി റേഡിയസ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? എനർജി ഓഫ് ദ പെർമിറ്റഡ് ഓർബിറ്റ്. എനർജി എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു ഓർബിറ്റിൻ്റെ എനർജി, അപ്പോൾ ഓർബിറ്റിൻ്റെ എനർജി അറിയണമെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് അറിയണം. ഓക്കെ, ഒരു ഓർബിറ്റിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞത് ആ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയാണ്. സോ കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ half mv². ഇനി potential energy, that is minus 1/4 pi epsilon 0 ze² divided by r. The potential energy of the electron in an orbit of radius r. ഓക്കെ, ഇത് പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു രീതിയിൽ കണ്ടുപിടിക്കാം. വി എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി വി, ദാറ്റ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 0 to infinity z² divided by r² dr. That is to remove the electron from the distant r away from the nucleus to an infinite distance away. സോ അതായത് ഇലക്ട്രോൺസിൻ്റെ അവിടുന്ന് ഒരു ന്യൂക്ലിയസിൻ്റെ അവിടുന്ന് ഇലക്ട്രോൺസിനെ ഒരു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് റിമൂവ് ചെയ്യാനുള്ള ആ ഒരു എനർജി ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഒരു മൈനസ് സൈൻ വന്നിരിക്കുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി ഇതിന് നമുക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടും 1/4 pi epsilon 0 ze² divided by r. സോ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഇത് തമ്മിൽ ആഡ് ചെയ്യാം. ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നതിന് മുന്നേ half mv². v² എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. v² ഈസ് ഈക്വൽ ടു, നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. v² ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 ze² divided by rm. അതുകൂടി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. half m 1/4 pi epsilon 0 ze² divided by rm using the equation number 1. ഇനി നമുക്കൊന്ന് കമ്പൈൻ ചെയ്യാം. സോ ദ ടോട്ടൽ എനർജി, ഞാൻ അതിനെ ഇ എന്ന് കൊടുത്തു. ടോട്ടൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 1/8 ആവില്ലേ? 8 pi epsilon 0 ze² divided by r, mm ക്യാൻസൽ ചെയ്ത് പോകും, മൈനസ് 1/4 pi epsilon 0 ze² divided by r. ഇത് തമ്മിലൊന്ന് മൈനസ് ചെയ്യാം. we will get minus 1/8 epsilon 0 ze² divided by r. ഇനി മറ്റൊരു കാര്യം, നമ്മൾ r
ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ പെർമിറ്റഡ് ഓർബിറ്റ്. അതെത്രയാണെന്ന് നമുക്കറിയാം. അത് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടം നമ്പറിൻ്റെ ഓർഡറിൽ കിട്ടും. സോ we will get 1/8 epsilon 0 square z square e raised to 4 divided by n square h square. ആറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? r equal to n square h square epsilon 0 divided by pi z e square m. ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. we will get this equation. So the energy of the electron in the nth allowed orbit, that is equal to minus 1/8 epsilon 0 square z square e raised to 4 m divided by n square h square. ഇതിനകത്ത് mass of the electron, charge of the electron, epsilon 0 നമുക്കറിയാം, permittivity of the free space, h is the Planck's constant. ഈ നോൺ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇതറിയാം, ഇത് ഓക്കെ. എം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാസ് ഓഫ് ദി ഇലക്ട്രോൺ 9.11 10⁻31 kg. ഇനി ഇലക്ട്രോൺ 1.6 10⁻19 കൂളം. എപ്സിലോൺ 0 8.85 10⁻12 കൂളം സ്ക്വയർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. And h is the 6.63 10⁻34 joule second. Okay, ഇത്രയും ടേംസ് നമുക്ക് എനർജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ we will get 2.17 10⁻18 joule divided by n square. ഇതിപ്പോൾ ജൂളിലാണ്. ഇനി നമുക്കിതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാം. We will get 13.6 divided by n square electron volt. Okay, this is the equation. ഇവിടെ മൈനസ് ഉണ്ട്. So from this equation it is clear that this energy of the electron in the nth allowed orbit അല്ലെങ്കിൽ permitted orbit, that is directly proportional to 1/n square. ശ്രദ്ധിക്കുക, ഇവിടെ n-ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് എനർജി ഡിക്രീസസ്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n square. ശരിയല്ലേ? n കൂടുമ്പോൾ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നു. ഒരു കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കുക, നെഗറ്റീവ് സൈൻ ഉണ്ട്. നെഗറ്റീവ് സൈൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എനർജി ആക്ച്വലി ഇൻക്രീസ് ചെയ്യുന്നു. മാഗ്നിറ്റ്യൂഡാണ് കുറയുന്നത്. സോ ആസ് n increases, magnitude of energy decreases, but on the account of this negative sign, the actual energy increases. അതായത് so the outer orbit have the higher energy than the inner orbits. Positive charge outer orbitന് inner orbitനേക്കാളും കൂടുതൽ എനർജി ഉണ്ടാവും. E2 E3 E4 E5 greater than E4, greater than E3, greater than E2, greater than E1. ഇനി ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ടു ദി ന്യൂക്ലിയസ് ബൈ ദി അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ. ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സിമ്പൽ ഉള്ളത്. ഓക്കെ,
ഈ ഒരു ഇക്വേഷനും നോക്കുക, ഈ ഒരു ഇക്വേഷനും പഠിക്കുക. ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒറിജിൻ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് കൂടി നമുക്കൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ, ഇതിൻ്റെ ഇൻക്ലൂഡിങ് പ്രോബ്ലംസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. ബോർ ആറ്റം മോഡൽ നമ്മൾ പറഞ്ഞു, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് പർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടി മാത്രമേ ഉള്ളൂ. ഇറ്റ് കൻ നോട്ട് റിവോൾവ് ഇൻ ഓൾ പോസിബിൾ ഓർബിറ്റ്സ്. ഈ ഒരു കണ്ടീഷനും, അതായത് ബോർ ക്വാണ്ടൈസേഷൻ കണ്ടീഷനും അതേപോലെ തന്നെ ബോർ ഫ്രീക്വൻസി കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഓർബിറ്റ്സ് ഏതാണോ, അതിന് നമുക്ക് പെർമിറ്റഡ് ഓർബിറ്റ്സ് എന്നോ അല്ലെങ്കിൽ അലൗഡ് ഓർബിറ്റ്സ് എന്നോ പറയാം. ആ ഓർബിറ്റിൽ കൂടി മാത്രമേ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുള്ളൂ. ഇനി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആര് കൊടുക്കും? ഈ പോസിറ്റീവ് ചാർജും ഈ ഇലക്ട്രോൺസും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ദേ ഗീവ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ടു ദി റിവോൾവിംഗ് ഇലക്ട്രോൺ. ആ ഒരു കൺസെപ്റ്റിൽ കൂടിയാണ് നമുക്കിത് ഡിറൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹെൻസ് വി ഡിറൈവ് ദ റേഡിയസ് ഓഫ് ദി nth orbit. We understood that the radius of the nth orbit that is directly proportional to the square of the principal quantum number n. So Rn is directly proportional to n square. And another important point is that the radius of the nth orbit that is inversely proportional to the atomic number. And in the case of the energy of the permitted orbits, for this we have to find out the energy of the electrons and potential energy of the electrons, and sum up these energies. We will get the total energy E is equal to minus 1 by epsilon 0 square Z square e raised to 4 m divided by n square h square. From this equation we understood that the total energy that is inversely proportional to n square. That is, n is increases, the magnitude, only the magnitude of energy is decreases, but on the account of this negative sign, the total energy increases. Okay, so the outer energy levels have the greater energy compared to the lower energy levels. And also note that the energy is directly proportional to Z square, and here the radius is inversely proportional to Z. ഈ രണ്ട് ടേംസും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസും അതോടൊപ്പം തന്നെ ഒറിജിൻ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.